ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. മേയർ പടിയിറങ്ങുന്നത് MG റോഡ് വികസനം എന്ന സ്വപ്നം ബാക്കിവെച്ച്. പൊതുപ്രവർത്തനം തുടരുമെന്ന് MK വർഗീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കും. അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവർ പരിഗണനയിൽ. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭ ഭരണം പിടിച്ചെടുക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും. UDF സഖ്യത്തിനില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. കടങ്ങോട് മണ്ടപ്പറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച ദയാവധത്തിന് ഇരയാക്കും. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. ടോൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ ടോൾ നിരക്ക് കുറയ്ക്കുകയോ വേണമെന്ന് ആവശ്യം. കയ്പമംഗലം ചളിങ്ങാട് പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത്. വാർത്തകൾ വിശദമായി. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. MG റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കിവെച്ച് ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നത് എന്നും മേയർ പറഞ്ഞു. ഏറെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പദ്ധതി നടപ്പാക്കാൻ വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല. മുൻ മന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ളവർ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന് MK വർഗീസ് പറഞ്ഞു. താൻ മേയറായി വന്നപ്പോൾ MG റോഡിന് ഊന്നൽ കൊടുത്തു. ആർക്കോ MG റോഡ് വികസനം നടപ്പാകരുത് എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതാണ് വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയതെന്നും MK വർഗീസ് പറഞ്ഞു. സുനിൽകുമാർ അടക്കം അതിന് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്നവരൊക്കെ ഉണ്ടായിട്ടും അത് നടന്നില്ല. ഞാൻ വന്നതിന് ശേഷവും വളരെയധികം ഊന്നൽ കൊടുത്ത ഒരു പരിപാടിയായിരുന്നു MG റോഡ്. എനിക്ക് അത് പൂർത്തീകരിക്കണം, അത് പൂർത്തീകരിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആവശ്യമായ തരത്തിലുള്ള ഒരു സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ പല പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ വിളിച്ചവരാണ്. അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഞാൻ വിളിച്ചു. അവിടുത്തെ നേതാക്കന്മാരോടൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തി. ഏറ്റവും വലിയൊരു പ്രസ്റ്റേജ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ MG റോഡ് വികസനം നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. അത് അടിയന്തരമായി നമുക്കതിന് ഇടപെടണം എന്ന് പറയുകയും ഒപ്പം തന്നെ അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞാൻ പുറത്തെടുത്ത് മുന്നോട്ട് പോയതാണ്. പലരും ഞാൻ വിളിച്ചു വരുത്തുകയും അവരെ മീറ്റിംഗ് വിളിച്ച് അവരൊക്കെ സറണ്ടർ ചെയ്യാൻ തയ്യാറായ ഒരു ഫ്രീ സറണ്ടർ ഉള്ളവരും, അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിനും തയ്യാറായ സാഹചര്യം വന്നു. സ്ഥലം കൊടുക്കാനും നമ്മൾ തയ്യാറായി. പിന്നെ എവിടെയോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. കാരണം അത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർക്കോ ആ പ്രവർത്തനത്തിൽ താല്പര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മുൻ കൗൺസിലിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നഗരാസൂത്രണ ചെയർപേഴ്സണായിരുന്ന MR റോസ്ലിയും ആത്മാർത്ഥമായി ശ്രമം നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. CPM നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല. വളരെ വിഷമത്തോടെയാണ് ഇക്കാര്യത്തിൽ പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധിയായിരുന്ന ശ്രീ MR റോസ്ലി നിർബന്ധമായും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായി എൻ്റെ ഡിവിഷനിൽ നിന്ന് തന്നെ പാസ്സായി വന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ നഗര ആസൂത്രണത്തിൻ്റെ ചെയർമാനായിരുന്ന അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാ സംരംഭങ്ങളും പൂർത്തീകരിച്ചിട്ടും അന്നത് നടന്നില്ല. DC അടക്കം അതുമായി ബന്ധപ്പെട്ട ശ്രീ UP ജോസഫും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ഷാജിനടക്കം ഒക്കെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നടപ്പിലാക്കണം. പക്ഷെ എന്തോ എനിക്കറിയില്ല, നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. വലിയ വിഷമത്തോടു കൂടിയാണ് ആ വിഷയത്തിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നത്.
MG റോഡിൽ കോട്ടപ്പുറം റെയിൽവേ മേൽപ്പാലം പണിയാനുള്ള എല്ലാ നടപടികളും റെയിൽവേയുമായി ചേർന്ന് പൂർത്തീകരിച്ചതാണെന്നും MK വർഗീസ് കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ പടിയിറങ്ങി മേയർ MK വർഗീസ്. പൊതുപ്രവർത്തനം തുടരും. മറ്റു വിഷയങ്ങൾ സമയമാകുമ്പോൾ തീരുമാനിക്കുമെന്നും MK വർഗീസ് പറഞ്ഞു. 5 വർഷക്കാലം ചിലവഴിച്ച ചേംബറിൽ സഹപ്രവർത്തകർക്കൊപ്പം അല്പം കുശലം പറച്ചിൽ. അവസാനമായി ഒരിക്കൽ കൂടി മേയറുടെ കസേരയിലിരുന്നു. പിന്നീട് എഴുന്നേറ്റ് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ നമസ്കരിച്ച് ചേംബറിന്റെ പടികളിറങ്ങി. നേരെ എത്തിയത് ഏറെ സംഭവവികാസങ്ങൾക്ക് വേദിയാകുമ്പോഴും സഭാ അധ്യക്ഷനായി ഏറിയ പങ്കും ചിലവഴിച്ച കൗൺസിൽ ഹാളിൽ. സഹപ്രവർത്തകർക്കും ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും നന്ദി അറിയിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ. നല്ലത് കണ്ടാൽ അവരെ പ്രകീർത്തിക്കും, തെറ്റ് കണ്ടാൽ വിമർശിക്കും. ചെയ്തതെല്ലാം തൃശ്ശൂരിന് വേണ്ടിയാണ്. ഞാനിവിടെ നിന്ന് പോയാലും പൊതുനിരന്തരത്ത് തന്നെ പ്രവർത്തിക്കും. ഒപ്പം തന്നെ നല്ലത് കണ്ടാൽ അവരെ പ്രകീർത്തിക്കുകയും തെറ്റ് കണ്ടാൽ ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ ഞാൻ അതിന് എതിരെ നിന്ന് പ്രവർത്തിക്കും എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നൂതനമായ കുറേ പദ്ധതികൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂർ പൗരാവലിക്ക് വേണ്ടിയാണ്, തൃശ്ശൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അത് തുടർ പ്രവർത്തനങ്ങൾ ഇനിയുള്ളവർ വന്ന് ചെയ്യട്ടെ എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ മുന്നോട്ട് നയിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കോർപ്പറേഷൻ ഭരണം LDFന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വികസനത്തിന്റെ കാര്യത്തിലല്ല എന്ന് തറപ്പിച്ച മേയർ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകാമെന്നും പറഞ്ഞു വെച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഒരിക്കലും ഭരണം നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സുനാമികൾ വന്നാൽ ചിലത് നിലനിൽക്കും, ബാക്കിയുള്ളവർക്ക് വാഷ് ഔട്ട് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇടതുപക്ഷമാണ് 2 വർഷം നിന്നത്. അപ്പോൾ ഒരു 3-ാമത്തെ വർഷം കേരളത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനം പലതരത്തിലല്ലേ, അവർക്ക് ചിന്തിക്കാം. ചിലവർക്ക് ചിന്തിച്ചു ശബരിമലയിലുള്ളത് സത്യമോ നീതിയോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്നും അത്ര വലിയ കാര്യമാക്കി വന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ സുനാമി വന്നത്. ഭാവി എന്തെന്നതിന് മുൻ നിലപാട് ആവർത്തിച്ച് മറുപടി. നമ്മൾ ഇത് കഴിയട്ടെ, നമുക്ക് അടുത്ത് വീണ്ടും കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് അവസാനിക്കുന്നില്ല, നമ്മൾ ഇനിയും മുന്നോട്ട്. ഓക്കെ. ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമുള്ള പ്രശംസാപത്രങ്ങൾ സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും കൈമാറി. കൗൺസിൽ ഹാളിൽ വിട്ട് പുറത്തേക്ക്. താൻ തന്നെ സ്ഥാപിച്ച കോർപ്പറേഷൻ അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ ത്രിവർണ്ണമാല അണിയിച്ച ശേഷം ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിലായിരുന്നു വസതിയിലേക്കുള്ള മടക്കം. സംഭവബഹുലമായ 5 വർഷത്തെ ഭരണകാലയളവിന് വിരാമമിട്ടാണ് മേയർ MK വർഗീസ് കോർപ്പറേഷനിൽ നിന്നും പടിയിറങ്ങുന്നത്. ഇനിയും പൊതുരംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കോർപ്പറേഷനിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്നാണ് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളുടെ കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കും BJP നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. തൃശൂർ എടുത്തത് BJP അല്ല, സുരേഷ് ഗോപിയാണെന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ എടുത്ത തൃശൂരിൽ സുരേഷ് ഗോപിയുടെ താരപദവിയും കേന്ദ്രമന്ത്രി സ്ഥാനവും ഗുണം ചെയ്തില്ല. കലുങ്കു സംവാദവും SG കോഫി ടൈമുമെല്ലാം ആവിയായി. BJP ഉൾപ്പെടുന്ന NDA നേടിയത് ആകെ 220 സീറ്റുകൾ. 171 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളും 5 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും 36 നഗരസഭാ ഡിവിഷനുകളും 8 കോർപ്പറേഷൻ ഡിവിഷനുകളുമാണ് ഇക്കുറി NDAയ്ക്കൊപ്പം നിന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കുതിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയാത്തത് തിരിച്ചടിയായാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത അതൃപ്തിയിലാണ്. തൃശൂരിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ അനാവശ്യമായി ഇടപെട്ട ജില്ലയിലെ നേതാക്കളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി താക്കീത് ചെയ്തേക്കും. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തതും തിരിച്ചടിയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. വീഴ്ച വരുത്തിയ സ്ഥലങ്ങളിലെ നേതാക്കളെ വിളിച്ച് താക്കീത് നൽകുന്നതിനൊപ്പം കീഴ്ഘടകങ്ങളിൽ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. TCV ന്യൂസ്, തൃശൂർ. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തൃശൂർ കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ തീരുമാനമായില്ല. 5 വർഷത്തെ ഭരണത്തിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ 3 തവണകളായി വീതം വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 33 കോൺഗ്രസ് കൗൺസിലർമാരാണ് തൃശൂരിൽ ജയിച്ചത്. ഘടകകക്ഷികളാരും ജയിച്ചിട്ടില്ല. പാർലമെന്ററി പാർട്ടി തർക്കങ്ങളില്ലാതെ പദവികൾ തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. തൃശൂർ DCC പ്രസിഡന്റായി ഏറെ വർഷങ്ങളായി ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാണെന്നും ഇതിനാൽ മേയർ പദവി ഹിന്ദു ഈഴവ വിഭാഗത്തിന് നൽകണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു.
അതിനാൽ 4ാം തവണയും കൗൺസിലറായ സുബി ബാബു മേയറാകണമെന്നാണ് ഈ പക്ഷം ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാകും. ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവരും മേയർ ലിസ്റ്റിലുണ്ട്. ക്രൈസ്തവ സമുദായത്തെ പരിഗണിച്ചാൽ ഡോക്ടർ നിജി ജസ്റ്റിൻ, ലാലി ജെയിംസ്, അഡ്വക്കേറ്റ് വില്ലി എന്നിവരാണ് ലിസ്റ്റിലുള്ളത്. KPCC സെക്രട്ടറി A പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് എന്നിവരെയാണ് ഡെപ്യൂട്ടി മേയർമാരായി പരിഗണിക്കുന്നത്. ഹൈന്ദവരിൽ തന്നെ നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് പ്രത്യേകം പരിഗണന നൽകണമെന്ന ചർച്ചകളും സജീവമാകുമ്പോൾ ഒരു വിഭാഗം ഇതിൽ അസംതൃപ്തരാണ്. ജാതിയും മതവും സമുദായവും പറയാതെ തിരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ചപ്പോൾ മതം പറയുന്നതിലാണ് എതിർപ്പ് ഉയരുന്നത്. TCV തൃശൂർ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 39 അംഗ കൗൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ ലഭിക്കണം. എന്നാൽ ഒറ്റകക്ഷി എന്ന നിലയിൽ 18 അംഗങ്ങളുള്ള CPM-നാണ് ഭൂരിപക്ഷം. BJP 7-ഉം കോൺഗ്രസ് 9-ഉം RMP 4-ഉം വിമത കോൺഗ്രസ് അംഗം 1-ഉം എന്നതാണ് നിലവിലെ കക്ഷിനില. RMPയെ മുന്നിൽ നിർത്തി ഭരണം പിടിച്ചടക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനോട് കോൺഗ്രസിലെ മറ്റൊരു വിഭാഗത്തിന് താൽപര്യമില്ല. ഔദ്യോഗികമായി ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ലെന്നാണ് RMP നേതാക്കൾ വ്യക്തമാക്കിയത്. വിമതയായി ജയിച്ച കൗൺസിലറെ ഒപ്പം നിർത്തുവാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും വിമതിയും RMPയും ചേർന്നാൽ പോലും 14 സീറ്റുകളെ ലഭിക്കുകയുള്ളൂ. BJP സഹായിച്ചാൽ മാത്രമേ ഭരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂവെന്നാണ് യാഥാർത്ഥ്യം. ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ ട്രഷററുമായ PG ജയപ്രകാശനുമാണ് മത്സരരംഗത്തുണ്ടാവുക. 21-ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കും. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളത്ത് UDF സഖ്യത്തിനില്ല. നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം UDF ആകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് തീരുമാനം. ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതായ നേതാക്കൾ അവരുടേതായിട്ടുള്ള ആശയം എന്താണോ അതനുസരിച്ച് കൊണ്ടുള്ള UDF അലയടിയാണ് ഇവിടെ കണ്ടത്. നമുക്ക് ശബരിമലയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് കേൾക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മറ്റേ LDF-നെയും BJP-യെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ഇത്രയ്ക്കധികം UDF തരംഗമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും അവരുടെ പാതയാണ് ശരി. ഒരു BJP-യുമായും ഒരു LDF-ഉമായും യാതൊരു മറ്റു കക്ഷികളുമായും ഞങ്ങൾക്കൊരിക്കലും കുന്നംകുളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു നീക്കുപോക്കുകളും ഉണ്ടാവില്ല. ഞങ്ങൾ വോട്ടിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും.
ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ LDF 18, UDF 9, BJP 7, RMP 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്ന് വേട്ട. ക്രിസ്തുമസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ട് നെതർലാൻഡ്സിൽ നിന്ന് കൊറിയർ മുഖാന്തരം എത്തിച്ച അതിമാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തളിക്കുളം സ്വദേശി സംഗീതിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ $1000 വില വരുന്ന കാലിഫോർണിയൻ സൺഷൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകതരം LSD-യുടെ 50-ൽ പരം സ്റ്റാമ്പുകളാണ് പിടിച്ചെടുത്തത്. നെതർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാസലഹരി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് എക്സൈസ് അറിയിച്ചു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച മുതൽ ദയാവധത്തിനിരയാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇതു സംബന്ധിച്ച് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, സെക്രട്ടറി മായാദേവി, വെറ്ററിനറി ഉദ്യോഗസ്ഥർ, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. 1500-ലധികം പന്നികളെയാണ് ദയാവധത്തിന് ഇരയാക്കിയത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ടംപറമ്പ് പ്രദേശങ്ങളിലുള്ള 3-4 ഫാമുകളിലായിട്ടാണ് പന്നിപ്പനി മനസ്സിലായിട്ടുള്ളത്. ഇന്ന് വെറ്ററിനറി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം പഞ്ചായത്തിൽ കൂടിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ പന്നിപ്പനിയുടെ ഭാഗമായിട്ടുള്ള ദയാവധം ആരംഭിക്കുന്നതാണ്. ഒരു ഭയാശങ്കകളുടെയും ആവശ്യമില്ല. ഇത് പന്നിയിൽ നിന്ന് പന്നിയിലേക്ക് മാത്രമേ പകരുകയുള്ളൂ, മനുഷ്യനിൽ പകരുന്ന അസുഖമല്ല. പാലിയക്കരയിലെ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കും. 5 അടിപ്പാതകളുടെ പണി നടക്കുന്നത് മൂലം യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനാൽ മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള ടോൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ ഗതാഗത കുരുക്കിനനുസരിച്ച് ടോൾ നിരക്ക് കുറയ്ക്കുകയോ വേണമെന്നാണ് ആവശ്യം. കയ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. പൈപ്പിടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് പൊടിശല്യത്തിന് കാരണമായത്. 2 മാസം മുമ്പാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത്. ചളിങ്ങാട് RC UP സ്കൂൾ മുതൽ കാക്കാതിരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിച്ചത്. പൈപ്പിട്ട കുഴി മൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇരുചക്ര യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട്. നാട്ടുകാർ 2 നേരം റോഡിൽ വെള്ളം തളിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത്. ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കയ്പമംഗലം. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. തനിക്കുണ്ടായ ദുരനുഭവം അക്കാദമി ഭാരവാഹികളെ അറിയിച്ചിരുന്നുവെന്ന് ചലച്ചിത്ര പ്രവർത്തക മൊഴി നൽകിയിട്ടുണ്ട്. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയും ആവശ്യപ്പെടും. IFFK-യുടെ സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള ജൂറി അംഗങ്ങളായിരുന്ന പരാതിക്കാരിയും PT കുഞ്ഞുമുഹമ്മദും കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി നൽകിയത്. ജില്ലയിലെ ദേശസാൽകൃത ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമായി 10 വർഷത്തിലേറെയായി അവകാശവാദമില്ലാതെ കിടക്കുന്ന നിക്ഷേപം 241.27 കോടി രൂപയെന്ന് കണക്കുകൾ. അവകാശപ്പെടാത്ത നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നതിനായി വെള്ളിയാഴ്ച ധനകാര്യ വകുപ്പ് തൃശൂരിൽ മെഗാ ക്യാമ്പ് നടത്തും. 10.55 ലക്ഷം അക്കൗണ്ടുകളിലായാണ് 241 കോടിയിലേറെ രൂപ അവകാശികളില്ലാതെ കിടക്കുന്നത്. അവകാശികളെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിലാണ് ജില്ലാതല മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കുറുപ്പം റോഡിലുള്ള കേരള ബാങ്ക് ബിൽഡിംഗിലാണ് ക്യാമ്പ്. 10 വർഷത്തിലധികമായി ഇടപാടുകളില്ലാത്ത അക്കൗണ്ടുകളെയാണ് അവകാശികളില്ലാത്തതായി കണക്കാക്കുന്നത്. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളെക്കുറിച്ച് ബാങ്ക് രേഖകൾ പ്രകാരമുള്ള വിലാസത്തിൽ അന്വേഷണം നടത്തി അറിയിപ്പ് നൽകാറുണ്ട്.
ഈ നടപടിയും സാധ്യമാകാത്ത അക്കൗണ്ടുകളിലെ പണം നൽകാനാണ് ക്യാമ്പ് നടത്തുന്നത്. തുകകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും പണം അവകാശികളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യമൊരുക്കാനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ നിക്ഷേപ വിവരങ്ങൾ അറിയാനും അവകാശികൾക്ക് പണം ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നേടാനും കഴിയും. ബാങ്കുകൾ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട് സ്ഥാപനങ്ങളുടെ സഹായ കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ മഞ്ജുളാരിന് മുന്നിലെ കുചേല പ്രതിമ 10 മാസത്തിനു ശേഷം ബുധനാഴ്ച തിരിച്ചെത്തും. വെങ്കല ഗരുഡ പ്രതിമ സ്ഥാപിക്കുന്നതിനും മഞ്ജുലാൽ തറ നവീകരിക്കുന്നതിനുമായി കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെയുണ്ടായിരുന്ന പ്രതിമ മാറ്റിയത്. ഒരു ഭക്തന്റെ വഴിപാടായി കുടചൂടി നിൽക്കുന്ന കുചേലന്റെ കോൺക്രീറ്റിൽ തീർത്ത പ്രതിമയാണ് മഞ്ജുലാൽ തറയിൽ ഉണ്ടായിരുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയ പ്രതിമ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയത് ഭക്തർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ച പുതിയ കുചേല പ്രതിമ ബുധനാഴ്ച രാവിലെ 9-ന് സമർപ്പിക്കും. വെങ്കല ഗരുഡ ശില്പം വഴിപാടായി സമർപ്പിച്ച ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയാണ് കുചേല ശില്പവും വഴിപാടായി നിർമ്മിച്ചു നൽകുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിൽ 2 മാസമെടുത്ത് കണ്ണൂരിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഫൈബർ മാറ്റും റെസീനും ഉപയോഗിച്ച് കരിങ്കൽ മാതൃകയിൽ തന്നെയാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA അനിൽ അക്കര മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഫ്ളാറ്റിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം കത്തിൽ ചൂണ്ടിക്കാട്ടി. കെട്ടിടത്തിന് ബലസ്ഥിരതയുണ്ടെന്ന് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം തുടർ നിർമ്മാണത്തിന് സർക്കാർ സമ്മതം നൽകാത്തതിനെ തുടർന്ന് ഹൈക്കോടതിക്ക് ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ലെന്നും കത്തിൽ അനിൽ അക്കര ചൂണ്ടിക്കാട്ടി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കണിമംഗലം പാലത്തിന് സമീപത്തെ ഗതാഗത തടസ്സം മാറ്റമില്ലാതെ തുടരുന്നു. കണിമംഗലം പാലം മുതൽ പാലയ്ക്കൽ നരസിംഹമൂർത്തി ക്ഷേത്രം വരെയുള്ള 250ഓളം മീറ്റർ ദൈർഘ്യത്തിലുള്ള റോഡ് പുനർനിർമ്മിക്കാതിരുന്നതാണ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത്. കൂർക്കഞ്ചേരി മുതൽ ഇരിഞ്ഞാലക്കുട വരെയുള്ള റോഡ് ഈ ഭാഗമൊഴികെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. കണിമംഗലം പാലത്തിന് സമീപമാണ് റോഡ് ഏറെ പരിതാപകരമായ സ്ഥിതിയിലായിരിക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വേഗം കുറച്ച് പോകേണ്ടി വരുന്നതിനാൽ ഗതാഗത കുരുക്ക് പതിവാവുകയാണ്. തൃശൂർ MG റോഡിലെ പടിഞ്ഞാറേക്കോട്ട ഭാഗത്ത് ഫുട്പാത്തും റോഡും കയ്യേറി രേഖകളില്ലാത്ത മുച്ചക്ര വാഹനങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തു വന്നിരുന്ന 3 വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. കച്ചവടം മൂലം യാത്രക്കാർക്ക് സുഗമമായി ഫുട്പാത്തിലൂടെ നടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. സഞ്ചാരത്തിന് തടസ്സം വരാത്ത മറ്റൊരു സ്ഥലത്തേക്ക് കച്ചവടം മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകളില്ലാത്ത വാഹനങ്ങളിൽ കച്ചവടം നടത്തിയതിന് 3 വാഹനങ്ങൾക്കും ചേർത്ത് 12,750 രൂപ പിഴ ചുമത്തിയതായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയാത്തൽ ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെല്ലുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാട്ടിനെതിരെ DGPക്ക് പരാതി. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് പരാമർശിച്ച് സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ LDFന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു പാട്ട്.
മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും കാണിച്ചാണ് പരാതി. ഭക്തരെ അപമാനിച്ച പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്തുമസ് വിരുന്നിൽ അതിഥിയായി നടി ഭാവന. തലസ്ഥാനത്ത് നടന്ന വിരുന്നിലാണ് നടി പങ്കെടുത്തത്. നടി വിരുന്നിൽ പങ്കെടുത്തതിന്റെ ചിത്രം മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചു. മതനേതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും ഗോവയിലായിരുന്നതിനാൽ അദ്ദേഹം പങ്കെടുത്തില്ല. ലോക് ഭവനിൽ 22-ന് നടക്കുന്ന ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കും. സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനെ തുടർന്ന് യാത്രക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ ഗോപിക്കാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സിലെ ഡ്രൈവറാണ് ആക്രമണം നടത്തിയതെന്ന് ഗോപി പറഞ്ഞു. അമിത വേഗത ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി സീറ്റിനടിയിൽ നിന്ന് ഇരുമ്പ് പതിപ്പിച്ച മരക്കഷണം എടുത്ത് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ കണ്ണിന് ഉൾപ്പെടെ പരിക്കേറ്റ ഗോപി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മുക്ത കലാലയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ കോളേജ് ക്യാമ്പസിൽ നടന്നു. 1 വർഷം നീണ്ടുനിൽക്കുന്ന സാമൂഹ്യ ദൗത്യത്തിന്റെ 2ാം ഘട്ടത്തിൽ കോളേജ് യൂണിയൻ, നാഷണൽ സർവീസ് സൊസൈറ്റി, NCC, NGI, ഹരിതശ്രീ, തൃശൂർ കോർപ്പറേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. OSA നേതാക്കളായി PG ശിവൻ, P മധുസൂദനൻ, പോൾ, ശരത്ത്, റസാഖ് തുടങ്ങിയവരും യൂണിയൻ ചെയർമാൻ നീരജ് പഹലി, NSS സെക്രട്ടറിമാരായ പാർവതി, തുഷാര, ആദിൽ തുടങ്ങിയവരും NCC ജൂനിയർ അണ്ടർ ഓഫീസർ K നേഹ അനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അമിത, രാജീവ്, കുടുംബശ്രീ ഭാരവാഹികളായ ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. ശ്രീലകത്തുനിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. പാരമ്പര്യക്കാരായ ചാക്യാർ 12 ദിവസങ്ങളിലായി അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് മണ്ഡലകാലത്ത് ആചാരപ്രധാനമാണ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള വിഷൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് TCVയുടെ ചാനൽ നമ്പറിൽ മാറ്റം. കേരള വിഷൻ സെറ്റ് ഓഫ് ബോക്സിൽ ചാനൽ നമ്പർ 1-ലായിരിക്കും TCV ലഭിക്കുക. ചാനൽ നമ്പർ 3-ൽ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലായിരിക്കും. യുവ ചാനൽ 35-ലും ലഭിക്കും. 1971-ലെ ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ യുദ്ധവിജയം അനുസ്മരിച്ച് തൃശൂരിൽ വിജയ് ദിവസ് ആഘോഷം സംഘടിപ്പിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, സൈന്യ മാതൃശക്തി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിലേക്ക് വിജയ് ദിവസ് റാലി സംഘടിപ്പിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് P വിജയകുമാരൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേണൽ പ്രതാപ് ചന്ദ്രൻ, സൈന്യ മാതൃശക്തി പ്രസിഡന്റ് വിജിത സുമേഷ്, ജനറൽ സെക്രട്ടറി KV ഷിജി, ട്രഷറർ KV രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം 1971 യുദ്ധത്തെ അതിൽ വിജയി തൃശൂർ നഗരത്തിലെ CCTV ക്യാമറകൾ പലതും പേരിന് മാത്രമായെന്ന് ആക്ഷേപം. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്വരാജ് റൗണ്ടിലും പരിസര റോഡുകളിലുമായി പോലീസിന്റെ നേതൃത്വത്തിൽ മാത്രം നിരവധി CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇവയിൽ പലതും ഫലപ്രദമല്ലെന്നാണ് സമീപകാലത്തുണ്ടായ അപകടം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അപകടങ്ങൾ ഉണ്ടാക്കി പോകുന്ന വാഹനങ്ങൾ കണ്ടെത്താനോ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭ്യമാക്കാനോ ഇത്തരം ക്യാമറകളിലൂടെ സാധിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കഴിഞ്ഞയാഴ്ച കുറുപ്പം റോഡിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ടെമ്പററി പെർമിറ്റുള്ള
ടയോട്ട കാർ തട്ടിയിട്ട് കേടുപാടുകൾ വരുത്തിപ്പോയിരുന്നു. ഇതിനെതിരെ സ്കൂട്ടർ ഉടമ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വാഹനം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളിൽ വാഹന നമ്പർ വ്യക്തമാകാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പിനും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. സമാനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ദൃശ്യമികവുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ഉള്ളവ പ്രവർത്തന സജ്ജമാക്കണമെന്നുമാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. മേയർ പടിയിറങ്ങുന്നത് MG റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കിവെച്ച് പൊതുപ്രവർത്തനം തുടരുമെന്ന് MK വർഗീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കും. അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവർ പരിഗണനയിൽ. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും. UDF സഖ്യത്തിനില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്. കടങ്ങോട് മണ്ടമ്പറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിലെ 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ വ്യാഴാഴ്ച ദയാവധത്തിന് ഇരയാക്കും. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. ടോൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ ടോൾ നിരക്ക് കുറയ്ക്കുകയോ വേണമെന്ന് ആവശ്യം. കയ്പമംഗലം ചളിങ്ങാട് പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം രൂക്ഷമായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.